നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുള്ളൂർക്കരയിൽ പുതുവത്സര ആശംസകൾ നേർന്നില്ല എന്ന പേരിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ പൂവത്തിങ്കൽ വീട്ടിൽ 22 വയസ്സുള്ള സുഹൈബിനാണ് കുത്തേറ്റത്. തലയ്ക്കും കൈയിലും കുത്തേറ്റ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിലെ പ്രതിയും പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ള ആളുമായ ഷാഫിയാണ് യുവാവിനെ ആക്രമിച്ചത്. ഇയാളും തനിക്കും കുത്തേറ്റു എന്നാരോപിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മാണത്തിന് ടെൻഡറായി. 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ. സമയബന്ധിതമായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പാലത്തിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നത്. പുതിയ പാല നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു. ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 24 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ. 3 കരാറുകാരാണ് അത് കോട്ട് ചെയ്തിരുന്നത്. അതിൽ ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലഭ്യമായിട്ടുണ്ട്. ഈ പുതുവത്സര സമയത്ത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കിത് പറയാൻ കഴിയും. പട്ടാമ്പി പാലം അത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിന്റെ പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ PWD മിനിസ്റ്റർ റിയാസ് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അതോടൊപ്പം നിലവിലെ നില IPT റോഡും വാടനാകുറിശി മേൽപ്പാലവും ഒക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ, പട്ടാമ്പി ടൗൺ നവീകരണം കൂടി പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി അതിന്റെ ഏറ്റവും മികച്ച വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് അത് വളരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 52,57,60,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക. ഉടൻ തന്നെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്നും മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും MLA സൂചിപ്പിച്ചു. ചെറുതുരുത്തിയിൽ കടന്നൽ കുത്തേറ്റ പിതാവിനും മകൾക്കും പരിക്ക്. മുഖത്തും ദേഹത്തും കുത്തേറ്റ ഇവരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി താഴപ്ര പൊറ്റയിൽ വീട്ടിൽ അലി, മകൾ ഫാത്തിമത്ത് റിസ്ല എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ ഇരുചക്ര വാഹനത്തിൽ മകളെ സ്കൂളിലേക്ക് അയക്കാൻ പോകുന്നതിനിടയിൽ വെട്ടിക്കാട്ടിരി പെട്രോൾ പമ്പിന് സമീപമുള്ള സ്ഥലത്ത് വാഹനം നിർത്തി ഫോൺ ചെയ്യുന്നതിനിടയിലാണ് സമീപത്തുള്ള പൊന്തക്കാട്ടിൽ നിന്ന് കടന്നൽ കൂടിളകി വന്ന് ഇരുവരെയും ആക്രമിച്ചത്. 2 പേരും ജീവൻ രക്ഷയ്ക്കായി അടുത്തുള്ള കടയിൽ കയറുകയും കടക്കാരൻ ഷട്ടർ അടയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ഇരുവരെയും ചെറുതുരുത്തി നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കും ചെറിയ തോതിൽ കയ്യിൽ കടന്നൽ കുത്തേറ്റു. ഒരാൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി നിർത്തി, വണ്ടി വന്ന് ഇറങ്ങാതെ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടിട്ടില്ല, നിർത്തി ഇത് വിളിക്കാൻ മൊബൈൽ എടുത്ത് നോക്കിയത്. അപ്പം ഇങ്ങനെ വരാൻ തുടങ്ങി, കുട്ടി ഇരുന്ന് കരയാനുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ നിർത്തി ഇറങ്ങിയപ്പോൾ കൂട്ടം കൂടിയിട്ട് വന്നപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പാക്കാൻ പോയി ഒരു പെട്ടിക്കാടുണ്ട്, അരിക്ക് കയറിയപ്പോൾ തന്നെ അവരും കൊണ്ടൊക്കെ എടുത്ത് വീശി തന്നു. ഓടിക്കോളിന്ന് പറഞ്ഞു, കാരണം അവരുടെ മെത്തിക്ക് വരിക. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കുറേ അങ്ങോട്ട് പോന്നിട്ടാണ് മെട്രോ എന്ന് പറഞ്ഞാൽ ഇരുമ്പും ഇതൊക്കെ വിൽക്കണ കട. അതിൽ കയറി അതിൻ്റെ റൂമിലേക്ക് കയറി അവർ വേഗം ഷട്ടർ അടച്ചു. എന്നിട്ടൊക്കെ ആട്ടി അത് കാരണം രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പോയി രണ്ടാളും. പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണവുമായി പട്ടാമ്പി പോലീസ്. ലഘുലേഖ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തായിരുന്നു ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത്. പുതുവത്സരം നിരത്തുകൾ അപകടരഹിതമാകട്ടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പട്ടാമ്പിയിൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റും പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. നിരത്തുകളിൽ അപകടമില്ലാതാക്കുവാൻ പാലിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ലഘുലേഖകളുടെ വിതരണവും നടന്നു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ ബോധവൽക്കരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വാഹന ഉപയോഗം, രാത്രി വിശ്രമമില്ലാത്ത വാഹനമോടിക്കൽ, അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ലോഡ് കയറ്റുന്നത്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ളവയെല്ലാം ഒഴിവാക്കുവാൻ യാത്രക്കാർക്ക് നിർദ്ദേശവും നൽകി. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർമാരായ VK സന്തോഷ്, V രാജേഷ്, CPOമാരായ S ചെതീഷ്, ഷാജ്മോൻ, ഹോംഗാർഡ് ജയശങ്കർ, പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ASI സജീഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഇടവേള.
ഫൈസൽ ഭായ്, ഞാൻ നിങ്ങളുടെ എല്ലാ ഫർണിച്ചർ റിലേറ്റഡ് വീഡിയോസും കാണാറുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ ചോദിക്കണം എന്ന് കരുതിയ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഫർണിച്ചറിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോ വീടിനും ഒരു തീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീട് മനോഹരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ ഇന്റീരിയറിന്റെ കാര്യത്തിൽ മികച്ച ഒരു ഓപ്ഷൻ ഐഫ തന്നെയല്ലേ? ഐഫ മാത്രമല്ല, കേരളത്തിൽ ഫർണിച്ചർ ഇന്റീരിയർ ചെയ്യുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. ഐഫ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഐഫ ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് പട്ടാമ്പിയിൽ ഊഷ്മള വരവേൽപ്പ്. ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പിയിൽ നൽകിയത്. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഇത്തവണ 63ാമത് കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത്. കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര. പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷകരമായ നിമിഷത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് നമ്മുടെ സ്കൂളിന്, നമ്മുടെ പട്ടാമ്പി GSS ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. മഹാഭാഗ്യം തന്നെയാണ്. ഇത് ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുന്നതിന് വളരെ ഭാഗ്യമാണ്. അത് നമുക്കറിയാം, ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായ യുവജനോത്സവം, അതിന് തിരുവനന്തപുരമാണ് ഇപ്രാവശ്യം വേദിയായിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ പാലക്കാട് ജില്ലയിലെ 2 സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നിരുന്നാലും ഈ കൗമാര കലയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും ആശംസകൾ നേരുകയാണ്. കലോത്സവങ്ങളെല്ലാം തന്നെ വെറും വാശിയോടെ കൂടിയാണ് നടക്കുന്നതെങ്കിലും വളരെ സൗഹാർദ്ദമായി തീരുവാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കലോത്സവങ്ങൾ നടത്തുന്നതിന് സാധിക്കണം. എല്ലാവരുടെയും പരിശ്രമം വളരെ നല്ല രീതിയിലായിരിക്കണം എന്ന് കൂടി അധ്യക്ഷ എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. പാലക്കാട് DDE സുനിജ, ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ, DEO അനീഷ്, ഉഷ മങ്ങാട്, സ്കൂൾ പ്രധാനാധ്യാപിക T രാധ, നഗരസഭാ കൗൺസിലർ C സംഗീത തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ കലാമണ്ഡലം ഡിമിസ്റ്റിഫൈയിങ് ട്രഡീഷൻസ് എന്ന പേരിൽ പുതുവത്സരാഘോഷം നടന്നു. ചെറുതുരുത്തി നിള ക്യാമ്പസിൽ ഡിസംബർ 31 ഉച്ചയ്ക്ക് 2 മുതൽ ജനുവരി 1 പുലർച്ചെ 1 മണിവരെയാണ് പുതുവത്സര സാംസ്കാരിക സായാഹ്നം അരങ്ങേറിയത്. കലാമണ്ഡലം നിള ക്യാമ്പസിന് മുന്നിലുള്ള വള്ളത്തോൾ പ്രതിമയിൽ മുതിർന്ന അംഗങ്ങളായ കലാമണ്ഡലം ഭരണസമിതി അംഗം കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയും നിള ക്യാമ്പസ് ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, NK നാരായണൻ, ഭരണസമിതി അംഗം രവീന്ദ്രനാഥൻ വള്ളത്തോൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2025 വരവേൽക്കാൻ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേദിയാവുകയാണ് കേരള കലാമണ്ഡലത്തിന്റെ നിള ക്യാമ്പസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോനും സംഘവുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഥകളിയും കഥകളുടെ പിന്നാമ്പുറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും ഈ പരിപാടിക്കും പിന്നിൽ. കഥകളുടെ വ്യത്യസ്ത തലങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങൾ എന്നിവ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരുടെയും കലാമണ്ഡലത്തിന്റെ അഭ്യുദയകാംക്ഷികളുടെയും ഒരു കൂട്ടായ്മ കൂടിയായിരിക്കും ഈ. വല്ലപ്പുഴ കനിവ് സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 5 മുതലാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ കനിവ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 5 മുതൽ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് ഒരുക്കിയിരിക്കുന്നത്. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തോളമായി വല്ലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടന കൂടിയാണ് കനിവ്. 20ഓളം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ മുന്നോടിയായി ജനുവരി 4 വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളെയും ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. ജനുവരി 5-ന് 7-ന് ഇശൽ നൈറ്റോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. തുടർന്ന് 8 മണിക്ക് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിക്കും. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു.
കനിവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒന്നാമത് അഖിലേന്ത്യാ ഫുട്ബോൾ മേള 2025 ജനുവരി 5 മുതൽ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലിക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. അൽഫ ഡിഗ്രേഡബിൾ പേപ്പർ പ്ലേറ്റ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പട്ടാമ്പി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഈ മത്സരത്തിലെ മുഖ്യ പ്രായോജകർ ഇവോക്ക ഫാഷൻ സ്റ്റോർ ചെർപ്പളശ്ശേരിയാണ്. ഈ ഫുട്ബോൾ മേളയിലേക്ക് മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ജനുവരി 5 വൈകുന്നേരം 8 മണിക്ക് ആലിക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ജനുവരി 4 നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബ്ബുകളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഘോഷയാത്ര 4 മുതൽ 6 മണി വരെ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ അഥവാ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് നടക്കുന്ന ഈ ഘോഷയാത്ര. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം ബീരാൻ മാസ്റ്റർ, മുഹമ്മദ് നൌഫൽ, വി യൂസഫ് കുറുവട്ടൂർ, സഫറുള്ള പുത്തൻപുരയ്ക്കൽ, നിസാർ വല്ലപ്പുഴ, വി ഹബീബ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ശൈത്യകാലമായതോടെ കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ വിരുന്നെത്തി വിവിധയിനം ദേശാടന പക്ഷികൾ. പെരിങ്ങോട് മതുപ്പുള്ളി കൈപ്പഞ്ചേരി ക്ഷേത്രത്തിന് സമീപത്താണ് വിവിധ ഇനം ദേശാടന പക്ഷികൾ തമ്പടിക്കുന്നത്. കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീറ്റ തേടിയാണ് ഇവ എത്തുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം പക്ഷികൾ മുതൽ പാടത്തെ സ്ഥിരം വിരുന്നുകാരായ കൊക്കുമുണ്ടികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. വയലുകളിലെ കൂട്ടം കൂട്ടമായുള്ള തീറ്റ തേടലും ഒരുമിച്ചുള്ള പറന്നുയരലുമെല്ലാം മനോഹര കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനായി പോകുന്നവർക്കും വേറിട്ട അനുഭവമാണ് ഈ കാഴ്ച സമ്മാനിക്കുന്നത്. നീർത്തടങ്ങളിലെ മത്സ്യം, തവള, ഞണ്ട്, ചെറിയ ഇഴജന്തുക്കൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. ചെറിയ ചൂളാൻ എരണ്ട, പുള്ളിച്ചുണ്ടൻ താറാവ് എന്നിവയും തീറ്റ തേടി ഇവിടെ എത്താറുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനക്കര പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പഞ്ചായത്തിലെ ഭരണസ്തംഭനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ആനക്കര വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. BJP ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ മണ്ഡകത്തിലിന്റെ അധ്യക്ഷതയിൽ കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. SSC മോർച്ച സംസ്ഥാന സെക്രട്ടറി KV ദിവാകരൻ, രതീഷ് തണ്ണീർക്കോട്,
കാസർഗോഡ്, വിഷ്ണു മലമൽക്കാവ്, KP ചന്ദ്രൻ, KC കുഞ്ഞൻ, രതീഷ്, പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഇവിടുത്തെ മെമ്പർമാര് ചായയും കുടിച്ച് രാവിലെ പരിപ്പുവടയും കഴിച്ച് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ സുഖലോലുപരായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആനക്കര പഞ്ചായത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നാണം കെട്ട ഒരു ഭരണസമിതി, ഇത്രയും നാണം കെട്ട ഒരു ഭരണസമിതി ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ടുകൊണ്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് നിലക്ക് നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ആളുകളാണ് കോൺഗ്രസിനുള്ളതെങ്കിൽ നാണം കെട്ട് എന്തിനാണോ കോൺഗ്രസ് ഇതിന്റെ പിന്നില് നിങ്ങളിങ്ങനെ തൂങ്ങി ആടുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടുത്തെ CPM-കാരന് നാണമുണ്ടോ, നട്ടലുണ്ടോ? നിങ്ങളുടെ മെമ്പർമാരില്ലേ ഇവിടെ? ചോദിക്കാനുള്ള നട്ടലുണ്ടോ ഇവിടുത്തെ CPM-കാരന്? ഇവിടെ പഞ്ചായത്ത് റോഡുകളടക്കം, കുടിവെള്ള പദ്ധതി അടക്കം, ഇവിടുത്തെ കൃഷിക്കാരനുഭവിക്കുന്ന ദ്രോഹങ്ങളിൽ വരെ യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ നാണം കെട്ട് ആ കസാരയിൽ ഇരുന്ന് ഇങ്ങനെ തിരിയാണ് ഇവിടുത്തെ മെമ്പർമാരൊക്കെ. എന്ത് നാണക്കേടാണിത്? ഈ തൃത്താല നിയോജക മണ്ഡലത്തില് ഇത്രയും നശിച്ചു നാരായണക്കല്ലോട് അടി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.